ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഇലക്ട്രോണിക് സ്ക്രൂ ഡ്രൈവർ ആണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രൂസ് ഒക്കെ കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പവറുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, സ്ക്രൂസ് ഒക്കെ സുഖമായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു വുഡാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു DC മോട്ടറാണ്. ഈ DC മോട്ടർ പ്രത്യേകത സാധാരണ ഒരു മോട്ടറല്ല. ആ മോട്ടറിനെ വിട്ട് അതിന്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ഗിയർ ബോക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സാധാരണ മോട്ടറിന്റെ സ്പീഡ് കുറച്ചിട്ട് ടോർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗിയർ ബോക്സ് DC മോട്ടറിന്റെ മുകളിൽ ഉണ്ടാവും. ഇത് 60 RPM ആണ് ഈ മോട്ടർ. ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ഇതൊരു ഡ്രിൽ ചക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. 150 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബിറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. തിരിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഈ ബിറ്റ് ഇറക്കി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. അപ്പോൾ ബിറ്റ് ടൈറ്റ് ആയി നിന്നോളും. എന്നിട്ട് നമുക്ക് നമ്മുടെ DC മോട്ടറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രിൽ ചക്കിന് വില വരുന്നത് 150 രൂപയാണ്. ഈ ഒരു മോട്ടറിന് വില വരുന്നത് 180 രൂപയും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 3 ബാറ്ററീസ് ആണ്. ഒരെണ്ണം 4 വോൾട്ട് 1.5 AH ആണ് അതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ 3 ബാറ്ററി നമുക്ക് വേണം. കാരണം നമ്മുടെ മോട്ടർ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുക. നമ്മുടെ ഈ DC മോട്ടർ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്. അതുകൊണ്ട് 12 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 3 ബാറ്ററി ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 4 വോൾട്ട് 3 ബാറ്ററി ഒപ്പിച്ചപ്പോൾ 12 വോൾട്ടായി. ഓക്കെ, ഇങ്ങനത്തെ 3 ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് ഇത് അങ്ങോട്ടും ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു 3 ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. ഇത് റീചാർജബിൾ ആണ്, നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ലോക്കൽ കമ്പനിയാണ്. 80 രൂപയാണ് ഒരു ബാറ്ററിക്ക് വില വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് പൈപ്പ് ഫിറ്റിങ്സ് ആണ്. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു എൽബോ ജോയിന്റ് ആണ്. ഈ PVC പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടർ കറക്റ്റ് കയറുന്ന ഒരു ഡയമീറ്റർ ആണ്. അതിനനുസരിച്ച് നമ്മൾ എൽബോയും വാങ്ങിച്ചു. ഒപ്പം തന്നെ ഇതുപോലത്തെ ഒരു കണക്ടറും വാങ്ങിച്ചു. ഇനി നമുക്ക് ഒരു ത്രെഡ് കണക്ടർ ആവശ്യമാണ്. ഓക്കെ, ഇത് കപ്പിൾ ചെയ്യാനുള്ളതാണ്. ത്രെഡുള്ള ടൈപ്പാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു PVCയുടെ സെക്ഷനാണിത്. ഓക്കെ, ഇതുപോലത്തെ ഒരു കണക്ടർ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ബാറ്ററി ഈ 3 ബാറ്ററി ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ അടിഭാഗത്താണ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു PBS 1 സ്വിച്ച് ആണ്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഈ ഒരു എൽബോയില് ഫിറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഹോൾ ചെയ്തതിന് ശേഷം ഈ ഒരു PBS 1 സ്വിച്ച് ഇറക്കി വെക്കണം. ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങണം സ്വിച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോൾ ചെയ്ത് ആ സ്വിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വിച്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ബാറ്ററി കണക്ടർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി കണക്ടർ. ഓക്കെ, ഇത് MX27 എന്ന് പറഞ്ഞാൽ മതിയാവും. ഈ ഒരു കണക്ടർ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഹോൾ ചെയ്തതിന് ശേഷം ഈ ഒരു കണക്ടർ നമുക്ക് ഉള്ളിലേക്ക് ഇറക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ടോഗിൾ സ്വിച്ച് ആണ്. ഈ സ്വിച്ചിന്റെ പ്രത്യേകത 3 സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ സെൻട്രലാണെങ്കിൽ 0 പൊസിഷൻ ആണ്, ഓഫ് സ്റ്റേറ്റ് ആണ്. റൈറ്റിക്കും ലെഫ്റ്റിക്കും മാറുന്നതനുസരിച്ച് നമ്മുടെ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. ഇനി നമുക്ക് 6 ടെർമിനൽസ് ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ABCDEF ഈ ഒരു ഓർഡറിലാണ് അത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ആ ഇമേജിൽ നോക്കി, അതായത് ആ ഫോട്ടോയിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കണക്ഷൻസ് സിമ്പിൾ കണക്ഷൻസ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ടോഗിൾ സ്വിച്ച് ഈ ഒരു PVC എൽബോന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫുൾ സ്വിച്ച് ഇറക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ഒരു ഹോൾ ഇട്ടാൽ മതി. നമുക്ക് ഈ ഒരു പൊസിഷനിൽ ആ ഒരു സൈസിലൊരു ഹോൾ ഉണ്ടാക്കണം. അടുത്തത് നമ്മുടെ ഡ്രിൽ ചക്ക് ഞാൻ ഈ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മോട്ടർ ഒരു PVC പീസിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇത് ഫുൾ സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മോട്ടറിന്റെ അറ്റത്തിൽ നിന്ന് നമ്മൾ വയർ വലിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡ്രിൽ ചക്ക് നമ്മളിവിടെ ഒരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അനങ്ങില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രിൽ ചക്ക്, മോട്ടർ, സ്വിച്ച്, ബാറ്ററി കണക്ടർ, ട്രിഗറിങ് സ്വിച്ച്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ടോഗിൾ സ്വിച്ച് നമുക്കിപ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കറക്കാൻ പറ്റും. നമുക്കിപ്പോൾ ട്രിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ സ്വിച്ചിൻ്റെ കണക്ഷൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ ഏകദേശം മനസ്സിലാവും എങ്ങനെ കണക്ഷൻ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രില്ലറിൻ്റെ പണി അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് ബാറ്ററി കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബാറ്ററി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 ബാറ്ററി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് പ്ലസുകളെല്ലാം ഒരു സൈഡിലേക്ക്
മൈനസുകളെല്ലാം അടുത്ത സൈഡിലേക്ക്. ഇതാ മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, ഈ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഈ ഒരു ഓർഡറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ ഈ പ്ലസ് കണ്ടോ, ഈ കണക്ഷൻ എടുത്തിട്ട് ഇപ്പുറത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കി കാണാം. ആദ്യത്തെ ഈ പ്ലസ് എടുത്തിട്ട് ഇപ്പുറത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേ ബാറ്ററിയുടെ പ്ലസ് എടുത്തിട്ട് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അതായത് ജസ്റ്റ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, എന്നിട്ട് അവസാനം വരുന്ന ഈ പ്ലസും ആദ്യം വന്ന ഈ നെഗറ്റീവും മാറ്റി എടുത്തിട്ട് നമ്മൾ 12 വോൾട്ടായി നിന്ന് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ബാറ്ററിയുടെ കണക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് MX27ലേക്ക് കയറുന്ന പിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, തിരിച്ചു പോരാനും പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻസ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള സെറ്റപ്പാണ് നമുക്ക് വേണ്ടത്. അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു കണക്ടർ വീണ്ടും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, MX27 സെയിം കണക്ടറാണ് കണ്ടോ, ഈ 2 കണക്ടേഴ്സും സെയിം ആണ്. അതുപോലത്തെ ഒരു കണക്ടർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതേ പിൻ തന്നെ അതിലേക്ക് കയറും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ MX27 നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലസും മൈനസും കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സെൻറ്ററിൽ നിന്ന് വരുന്നത് പ്ലസും ഔട്ടർ വരുന്നത് മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഔട്ടിൽ നിന്ന് വരുന്നത് മൈനസിലേക്ക് കൊടുത്തു, സെൻറ്ററിൽ നിന്ന് വരുന്നത് പ്ലസിലേക്ക് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 12 വോൾട്ട് എടുത്ത് ഈ ഒരു സോക്കറ്റിലേക്ക് കയറ്റിയാൽ ബാറ്ററി ചാർജ് ആയി തുടങ്ങും. ഫുൾ ചാർജ് ആയതിനു ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം നമ്മൾ ഈ ബേസിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ബേസിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുത്തു. കണക്ടറൊക്കെ ഓക്കെയാണ്. നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, ചാർജ് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല ആംബിയറിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഈ ബാറ്ററിയിൽ നിന്ന്. ഓക്കെ, നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തു, ഓണാക്കി നോക്കാം. ഇതാണ് നമ്മുടെ ട്രിഗറിങ് സ്വിച്ച്. ഒരു സൈഡിലേക്ക് ഇട്ട് ഓണാക്കി. ഓക്കെ, റൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇനി ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ടോ നോക്കാം. ഓക്കെ, ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സ്ക്രൂ ഡ്രൈവർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് കറക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡിസ്കണക്ട് ചെയ്യുക. ഇത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ഇങ്ങനെ തിരിച്ചു ഊരാവുന്നതാണ്. നമ്മുടെ ബാറ്ററി നമുക്ക് ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഊരെടുത്ത് ചാർജിനിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ചാർജ് ചെയ്ത് കഴിയുകയാണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സ്ക്രൂ ഡ്രൈവർ ഇവിടെ സെറ്റാണ്. നമ്മുടെ ഈ ബാറ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ നന്നായിരിക്കും, കാരണം ഈ വയേഴ്സൊന്നും അങ്ങനെ പുറത്തേക്ക് കാണണ്ട. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല പവറിൽ തന്നെ നമ്മുടെ സ്ക്രൂസൊക്കെ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം കനം കൂടിയൊരു വുഡ് തന്നെയാണത്, വുഡ് പീസ് തന്നെയാണത്. ഓക്കെ, അപ്പോൾ നല്ല പവറിൽ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സ്ക്രൂ ഡ്രൈവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് കണ്ടിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, ഒന്ന് സഹായിക്കുക. ഒരു കിടിലനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.